ഹായ് ഗായ്സ്, അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ യൂട്യൂബ് വ്ളോഗാണ്. അപ്പോൾ എങ്ങനെ തുടങ്ങാന്ന് അറിയില്ല, എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ്. ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഞാൻ എന്തൊക്കെയാണ് സ്വതവേ എൻ്റെ വർക്കൗട്ട് റൊട്ടീനും അങ്ങനെ കാര്യങ്ങൾ, ഒരു ദിവസത്തെ എൻ്റെ ഫുള്ള് ഫ്ലോ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് കാണിക്കാൻ പോണേ. എൻ്റെ ഡയറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടിയ കാര്യം ഒന്ന് ചിക്കനാണ്, പിന്നെ കുറച്ച് വെജീസ് കാര്യങ്ങളൊക്കെ വേണം. ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടെയാണ് ഇപ്പോൾ നമ്മുടെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓൺ ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ മനസ്സിൽ വേണ്ടിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എങ്ങനത്തെ ഒരു വെതറായാലും എങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായാലും അത് വർക്കൗട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു മണിക്കൂറാണ്, ഒരു 2 മണിക്കൂർ എന്തായാലും നിങ്ങൾ മാറ്റി വെക്കണം. സിനിമ കാണാനാണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ടൈം ഉണ്ടാക്കും. അതേപോലെ തന്നെയാണ് വർക്കൗട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം കണ്ടെത്തണം. അപ്പോൾ നമ്മളെ പ്രയോറിറ്റീസാണ് മാറ്റുന്നത്. പ്രയോറിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തും. യൂഷ്വലി ഒരു പ്രീ വർക്കൗട്ട് എടുക്കുക, പിന്നെ നേരെ ജിമ്മിലോട്ട് പോവുക, പിന്നെ ബേസിക്കായിട്ട് നമ്മുടെ വർക്കൗട്ട് റൊട്ടീന് കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വർക്കൗട്ട് ലോവർ ബോഡിയാണ്. ലോവർ ബോഡീനുള്ള ഓരോ വർക്കൗട്ട് ഞാൻ 1 by 1 ആയിട്ട് ചെയ്തു. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ പോലെ ഫാറ്റ് ലോസ് നിങ്ങൾ ഫോക്കസ് ചെയ്യണ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ വേറെ ഒന്നും വെക്കണ്ട, ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് തന്നെ ചെയ്യുക. പ്രോഗ്രസീവ് ഓവർലോഡും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് ഹൈ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് കഴിയുന്ന മാക്സിമം വെയിറ്റ് എടുക്കുക, എന്നിട്ട് വർക്കൗട്ട്. ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങളോടൊക്കെ ഒരു സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനെന്ന് പറഞ്ഞാൽ ഒരു നല്ല തടിയുള്ള ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് വളർന്നു വന്ന ആളാണ്. അപ്പോൾ എനിക്ക് പിന്നെ നമ്മുടെ നൈറ്റ് മീൽ കഴിച്ചു പോയി. അപ്പോൾ എപ്പോഴും നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് നമ്മുടെ ശരീരത്തിന് കൊടുക്കുക. പിന്നെ അതിൻ്റെ ശേഷം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.